വെറുതെ അല്ല ഈ സാധനം ഇത്രയും വൈറലായത്. ഹാനകൃഷ്ണ വൈറലാക്കിയ മാംഗോ ചിയ പുഡിംഗ് ഇല്ലേ, ആ സാധനം തന്നെ. അതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ട് ആ റിയാക്ഷനാണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഹോസ്റ്റലിലാവട്ടെ വീട്ടിലാവട്ടെ നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കിയ ഇത് ഉണ്ടാക്കാൻ നമുക്ക് അടുപ്പൊന്നും വേണ്ട. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് നല്ല പഴുത്ത മാങ്ങ വേണം. ഞാനൊരു 2 മാങ്ങ എടുക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടാണ് തേങ്ങാപ്പാൽ. നമുക്കിടെ ഹോസ്റ്റലായതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും കിട്ടൂല. അതുകൊണ്ട് എന്ത് ഇല്ലാതെ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്താൽ മതി. ഇതെങ്ങനെ റെഡി ആക്കണേന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടാൽ മതിയെ. അത് നല്ലോണം ഇളക്കിയിട്ട് ചൂട് വേണേൽ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നല്ല ഫ്രഷ് ക്രീം ആണ്. ഇതിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നത് മിൽക്ക് മെയ്ഡാ വേണ്ടത്. അത് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതിനുശേഷം രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പല്ലേ അത് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം നമ്മൾ മിക്സ് റെഡിയായി. ഇതിലേക്ക് ഇനി ചിയാ സീഡ് ഒരു 3 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ മാങ്ങ നല്ല രീതിയിൽ അരിഞ്ഞിട്ടത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര തണുപ്പിലാക്കി എടുക്കാം. അല്ലാതെ തണുപ്പ് വേണ്ടാത്തവർക്ക് പുറത്ത് വെച്ചാലും മതി. നമ്മൾ ചിയാ സീഡ് പൊങ്ങി കിട്ടേണ്ട ഒരു സമയം ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഇവിടെ ഞാനൊരു 20 മിനിറ്റ് സാധനം റെഡിയാകാൻ വെച്ച് അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുണ്ട്. ഒരു യെല്ലോയിഷ് കളറിലാണ് നമുക്കത് കാണാം. കാണുന്നത് പോലെ തന്നെ ടേസ്റ്റ് ഒരു രക്ഷയും. ക്രീമി ആയിട്ട് നല്ല സെറ്റ് സാധനമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യും. ഇത് ട്രൈ ചെയ്തവർ എന്തായാലും കമന്റ് ബോക്സ് പറയണേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.